സാറേ പ്ലസ് ടു എക്സാമിന് മാർക്ക് വളരെ കുറവാണ്, ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. അല്ല സാറേ ഞാൻ ഫെയിലായിപ്പോയി, തോറ്റു. നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്കായിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് അല്ലെങ്കിൽ സേ എക്സാം ഉള്ളത്. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്ട്സിൽ ഒന്നോ അതിലധികമോ സബ്ജക്ട്സിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേ എക്സാം എഴുതാൻ പറ്റും. അഥവാ D+ സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സേ എക്സാം എഴുതാം. ഇനി അല്ല സാറേ എനിക്ക് ഇന്ന സബ്ജക്ട്സിൽ മാർക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റും. പക്ഷേ ഒരൊറ്റ സബ്ജക്റ്റിൽ മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ എക്സാം എഴുതുവാണെങ്കിൽ താഴെ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾ സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ബയോളജി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബോട്ടണിയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, സുവോളജി എക്സാം എഴുതിയിരിക്കണം. മോർ ഓവർ ഓൾറെഡി ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ്ലി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒന്നുകൂടി എഴുതട്ടെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്തില്ല വീണ്ടും രജിസ്റ്റർ ചെയ്തിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും. അത് പറ്റില്ല. ഓൾറെഡി നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് സേ എക്സാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു, പക്ഷേ നിങ്ങൾ അന്ന് പ്രാക്ടിക്കൽ എക്സാം, ചിലപ്പം അക്കൗണ്ടൻസി അതുപോലെ തന്നെ ബോട്ടണി ഇതൊക്കെ പ്രാക്ടിക്കൽസ് ഉണ്ടാകും. സോ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം എഴുതിയില്ലെങ്കിൽ ഈ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ എക്സാമോട് കൂടി എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ആബ്സെൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സേ എക്സാമിന് ശേഷം നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്ത റിസൾട്ടും അതുപോലെ തന്നെ സേ റിസൾട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള മാർക്ക് ലിസ്റ്റിൻ്റെയും നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും എപ്പോൾ സേ എക്സാമിൻ്റെ റിസൾട്ട് വന്നാലും. ഇനി ഏതൊക്കെ സ്കൂളുകളിലാണ് സേ എക്സാം എഴുതാൻ പറ്റുക, സോ ആ സ്കൂളുകളുടെ ലിസ്റ്റ് എന്ത് ചെയ്തിട്ട് താഴെ തന്ന് കൊടുക്കുന്നുണ്ട്. എവിടെയാണ്, www.dhsc.kerala.gov.in ഈ സൈറ്റിൽ പോയാൽ എന്ത് ചെയ്യും, സപ്ലിമെൻ്ററി എക്സാംസുകൾ അഥവാ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സേ എക്സാം നടക്കുന്ന സ്കൂളുകളിൽ എന്തിൻ്റെ ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഐ മീൻ DHSC കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ നിങ്ങളുടെ നിയറസ്റ്റ് സെൻറ്റർ എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന സ്കൂളുമായി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ നിയറസ്റ്റ് സെൻറ്റർ ഉണ്ടാകുന്നത്. ഇനി അപ്ലിക്കേഷൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നുമില്ല. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ പ്ലസ് ടു എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ സ്കൂളിൽ പോകുക. ഒന്നെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളായിരിക്കും, ചിലപ്പോൾ ഓപ്പൺ സ്കൂളായിരിക്കും. ചില കുട്ടികൾ ചില സ്കൂളിൽ എക്സാമിന് വേണ്ടി മാത്രമേ പോകുന്നുള്ളൂ. സോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എക്സാം ചെയ്ത് സ്കൂളിൽ പോവുക, അവിടുത്തെ പ്രിൻസിപ്പളെ കാണുക, സേ എക്സാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം, അതിന് അപ്ലിക്കേഷൻ ഫോം വാങ്ങുക, അത് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് കോപ്പി ഒരു ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ അറ്റസ്റ്റ് ചെയ്യണം. പ്രിൻസിപ്പൽ അറ്റസ്റ്റേഷൻ വേണം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഫീസ് അടക്കം എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുത്താൽ എന്തായി ഈസി ആയിട്ട് നിങ്ങൾക്ക് സപ്ലി അല്ലെങ്കിൽ സപ്ലി എന്ന് പറയാം, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് May 27th ആണ്. സോ ഈ May 27th മുന്നേ, അതോ ഇനി അധികം സമയമില്ല, ആകെ 3-4 ദിവസമുള്ളൂ. ഈ May 27th മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഈ ഒരു ഫോട്ടോ കോപ്പി അഥവാ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതിയാൽ നിങ്ങൾ നേരെ പോയിട്ട് എന്ത് ചെയ്താൽ മതി, അവിടെ പോയി രജിസ്റ്റർ ചെയ്താൽ മതി. അതിൻ്റെ ഫീ കൂടി കരുതണം. ഏകദേശം നിങ്ങൾക്ക് ചെറിയൊരു ഫീ വരും. ഇമ്പ്രൂവ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 540 rupees, 500 രൂപയും പ്ലസ് 40 സർട്ടിഫിക്കറ്റ് ഫീസ് എന്ത് ചെയ്യും, നിങ്ങൾ കൊടുക്കണം. ഇനി അല്ല സാറേ നിങ്ങൾക്ക് സേ എക്സാം ആണെങ്കിൽ ഒരു സബ്ജക്റ്റിന് 150 rupees ആണ്. വിത്ത് പ്രാക്ടിക്കൽ ആണെങ്കിൽ ഒരു സബ്ജക്റ്റിന് 175 ആണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ എത്ര എക്സാമിന് തോറ്റിട്ടുണ്ടെങ്കിൽ അത്രയും സേ എക്സാം ചെയ്താൽ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ സബ്ജക്ട്സിന് മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ സേ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ചെയ്ത് സ്കൂളിൽ പോവുക, അവിടെ എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. വിത്തിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 3 days ബിഫോർ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ എവിടെ രജിസ്റ്റർ ചെയ്തത് ആ രജിസ്റ്റർ ചെയ്ത സ്കൂളിലേക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരും. ഒന്നുകിൽ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും. മിക്കവാറും പ്രിൻസിപ്പൽ പറയും ഇന്ന ഡേയിൽ വന്നാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കളക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. എന്നിട്ട് എക്സാമിനേഷൻ ഹാൾ എവിടെയാണോ ആ സ്കൂൾ, ഒരു 5-6 സ്കൂളുകളിലേക്ക് ഒരുമിച്ച് ഒരു സ്കൂൾ സെൻറ്റർ ആയിരിക്കും ഉണ്ടാവുക. കാരണം സേ എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വളരെ കുറഞ്ഞ കുട്ടികളെ എഴുതുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച സ്കൂൾ തന്നെ ചിലപ്പം എക്സാം സെൻറ്റർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, 5-6 സ്കൂളുകളിൽ ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു സെൻറ്ററിലായിരിക്കും എക്സാം എഴുതുക. അപ്പോൾ ആ സെൻറ്ററൊക്കെ നോക്കി വെക്കുക. എക്സാമിനേഷൻ ഡേറ്റ് പ്രിഫറബിളി ആഫ്റ്റർ June 25th ആയിരിക്കും. ആ June 25th to 30 ആ ഒരു ഡേറ്റിൻ്റെ ഇടയിലായിരിക്കും നിങ്ങളുടെ സേ എക്സാം ഉണ്ടാവുക. ആ ഡേറ്റിൽ സേ എക്സാം അറ്റൻഡ് ചെയ്യുക അടിപൊളിയായിട്ട്. ഇനി ഒരു തവണ ഫെയിലായി, ഇനി നിങ്ങൾക്ക് ഒരു ഫെയിലിയർ ഉണ്ടാവരുത്. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി എക്സാം എഴുതുക. പിന്നെ കാണാം.